അല്ല, ഈ സിനിമ എന്താ അഭിപ്രായം? അതിപ്പോൾ ഉണ്ണിയേട്ടൻ എന്നോട് ചോദിക്കും. നല്ല ആളാ. ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും ഉണ്ണിയേട്ടൻ അഭിനയിക്കുന്ന പടം. ഇത് ചേട്ടൻ, ഞാൻ അനുജൻ. മനസ്സിലായി? ഇപ്പോൾ ഉണ്ണിയേട്ടൻ പറയുന്നത് എന്നോട് പറയും. എന്തായാലും ഉണ്ണിയേട്ടൻ ഒരു കാര്യം ചെയ്യും, ഉണ്ണിയേട്ടനും കൂടെ പഠിച്ചു. ആദ്യം സിനിമ നല്ല സിനിമയാണ്, നല്ല മെസ്സേജുകളൊക്കെ നല്ല പടമാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക, സിനിമ വിജയിപ്പിക്കുക. ഈ ഉണ്ണിയേട്ടനും ഒരുപാട് പടങ്ങളിൽ കണ്ടു പരിചയമുള്ള മുഖമാണ്. എന്നെയും ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമ നിങ്ങൾ കണ്ടു കാണും. ശാലിനിക്ക് ശേഷം ഞാൻ ഈ സിനിമയിൽ വന്നു പെട്ടത് ജഗദീഷ് സാറാണ് എന്നെ ഈ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തിയത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കഥാപാത്രത്തെ മനസ്സിലായത്. നല്ല രസീയ കഥാപാത്രമാണ്. ഉണ്ണിയേട്ടൻ്റെ അനിയനായിട്ടാണ് ഞാൻ വരുന്നത് ഈ സിനിമയിൽ. നിർണായകമായൊരു കഥാപാത്രമായിട്ട് വരുന്നു. വളരെ രസകരമായ, എന്നാൽ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന, നാളെയും നിലനിൽക്കാൻ ഇടയുള്ള ഒരു വിഷയം ഈ സിനിമയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ അഭിപ്രായം. ചിലപ്പോൾ ഈ വിഷയം ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ വിഷയത്തെ വളരെ രസകരമായി, ഇതുവരെ ആരും പറയാത്ത, ഇത് ഈ പാണ്ഡവ ലഹള എന്നായിരുന്നു ഇതിൻ്റെ പേര്. പാണ്ഡവ ലഹള എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. ആ പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ പരിവാർ, പേരിനകത്തോടെ പരിവാറാണ്. അപ്പോൾ എന്തായാലും ഒരു യുദ്ധം ഇതിൻ്റെ അകത്തുണ്ട്. ആ യുദ്ധം രസകരമായി ഈ കുട്ടികൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഉണ്ണിയേട്ടൻ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുജനായിട്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ഇത് പുതിയ സംവിധായകർക്ക്, പുതിയ ആളുകൾ വരണ്ടേ. നല്ല കാലം മുന്നോട്ട് പോകുമ്പോഴും നിലനിൽക്കാൻ പുതിയ ആളുകൾ വരണം. അപ്പോൾ പുതിയ ആളുകൾ, കഴിവുള്ളവർ വരുമ്പോൾ അവരെ പിന്തുണക്കേണ്ടതും പിന്താങ്ങേണ്ടതും പ്രേക്ഷകരാണ്. നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കും.